ടാറ്റ ഗ്രൂപ്പിലെ 2 സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ടാറ്റ പവർ. ടാറ്റ പവർ നിർദ്ദേശിച്ച പവർ ആവറേജ് താരിഫ് ഹൈക്ക് മഹാരാഷ്ട്ര ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അപ്രൂവ് ചെയ്തു എന്നുള്ളതാണ് ടാറ്റ പവറിനെ സംബന്ധിക്കുന്ന ഒന്നാമത്തെ അപ്ഡേറ്റ്. റെസിഡൻഷ്യൽ കൺസ്യൂമേഴ്സിന് വേണ്ടിയുള്ള താരിഫ് ഹൈക്ക് 12.2% ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കൊമേഴ്സ്യൽ സെക്ടറിലേക്കുള്ള താരിഫ് ഹൈക്ക് 13%, റെയിൽവേ ആൻഡ് മെട്രോയ്ക്ക് വേണ്ടിയുള്ള താരിഫ് ഹൈക്ക് 12%, ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് സ്റ്റേഷൻ സെക്ടറിലേക്കുള്ള താരിഫ് ഹൈക്ക് 14% ഉയർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ടാറ്റ പവർ എന്ന കമ്പനിക്ക് മുംബൈയിൽ മാത്രം 7 ലക്ഷത്തിലധികം ഡയറക്റ്റ് കൺസ്യൂമേഴ്സ് ഉണ്ട്. 6500 മില്യൺ യൂണിറ്റിലധികം ഇലക്ട്രിസിറ്റി വിൽക്കുന്ന പവർ സെക്ടറിലെ ഒരു കമ്പനിയാണ് ടാറ്റ പവർ. ഇലക്ട്രിസിറ്റി ജനറേഷന് വേണ്ടിയുള്ള ഫ്യൂവൽ കോസ്റ്റ് ഉയർന്നതും ഇമ്പോർട്ടഡ് ഫ്യൂവലിൻ്റെ കോസ്റ്റ് വർദ്ധിച്ചതും കോവിഡിന് ശേഷമുള്ള റവന്യൂ ഷോർട്ട്ഫാൾ ഇതുവരെ റിക്കവർ ചെയ്യാത്തതിൻ്റെയും പശ്ചാത്തലത്തിലാണ് മഹാരാഷ്ട്ര ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ പവർ താരിഫ് ഹൈക്കിന് അപ്രൂവൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ കമ്പനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യത പവർ ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്മാർട്ട് മീറ്റർ ഇംപ്ലിമെൻറ്റേഷനും മഹാരാഷ്ട്ര ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അപ്രൂവൽ നൽകി. അതുകൊണ്ട് കിലോ വാട്ട് അവർ പെർ റേറ്റിലുള്ള ബില്ലിംഗ് ഇനി മുതൽ ടാറ്റ പവറിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതുമാണ്. 2003 ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം നൽകിയിരുന്ന ചില ക്രോസ് സബ്സിഡി ലെവലുകളും മഹാരാഷ്ട്ര ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ കുറയ്ക്കാൻ തീരുമാനിച്ചു. താരിഫ് ഉയർത്തുന്നതും സബ്സിഡികൾ കുറയ്ക്കുന്നതും ടാറ്റ പവറിന് അനുകൂലമായ ഒരു ന്യൂസാണ്. കഴിഞ്ഞ ചില ക്വാർട്ടർലി റിസൾട്ടുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഉയർന്ന ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മൂലം കമ്പനിക്ക് അതിൻ്റെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉയർത്താൻ സാധിക്കുന്നില്ലായിരുന്നു. കൂടാതെ കമ്പനിയുടെ റവന്യൂവിലും വളരെ വലിയ ഗ്രോത്ത് കാണാൻ സാധിക്കുന്നില്ല. ഈ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമായി ഈ തീരുമാനം മാറും എന്ന് പ്രതീക്ഷിക്കാം. ടാറ്റ പവറിനെ സംബന്ധിക്കുന്ന രണ്ടാമത്തെ അപ്ഡേറ്റ്, മുംബൈ, ബാംഗ്ലൂർ, ഡൽഹി പോലുള്ള സ്ഥലങ്ങളിലെ ഇലക്ട്രിക് വെഹിക്കിൾ ഫ്ലീറ്റ് ഓപ്പറേറ്റർ കമ്പനിയായ ബ്ലൂ സ്മാർട്ട് എന്ന കമ്പനി ടാറ്റ പവറുമായി ചേർന്ന് ഒരു മൾട്ടി ഇയർ പവർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഗ്രീൻ പവർ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു പവർ പർച്ചേസ് എഗ്രിമെൻറ്റിലാണ് 2 കമ്പനികളും ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതുവരെ ഒട്ടുമിക്ക ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിലും കോൾ ബേസ്ഡ് ആയിട്ടുള്ള എനർജി ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ബ്ലൂ സ്മാർട്ട് എന്ന കമ്പനി ടാറ്റ പവറിൻ്റെ രാജസ്ഥാനിലെ ബിക്കാനേറിലുള്ള 200 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ ഫോട്ടോവോൾട്ടായിക് പവർ പ്ലാന്റിലെ ഗ്രീൻ എനർജി ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ബ്ലൂ സ്മാർട്ട് എന്ന കമ്പനി സീറോ ടെയിൽ പൈപ്പ് എമിഷനിൽ നിന്നും ആക്ച്വൽ സീറോ എമിഷൻ കമ്പനിയായി മാറുകയും ചെയ്യും. ഓവറോൾ ഈ ന്യൂസ് ടാറ്റ പവറിനെ സംബന്ധിക്കുന്ന ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. കാരണം കമ്പനിക്ക് മൾട്ടി ഇയർ പവർ പർച്ചേസ് എഗ്രിമെൻറ്റ് ലഭിക്കുകയും ചെയ്തു. ടാറ്റ പവർ എന്ന സ്റ്റോക്ക് 379 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 360 രൂപ എന്ന റേഞ്ചിൽ സ്റ്റോക്ക് എത്തുമ്പോഴെല്ലാം മികച്ച ബൈയിങ് സ്റ്റോക്കിൽ വരുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് 360 എന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി വെച്ചുകൊണ്ട് നമ്മൾക്ക് 380 മുകളിൽ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാം. 400 രൂപ, 410 രൂപ തുടങ്ങിയ ടാർഗറ്റുകൾ, അതായത് ലിമിറ്റഡ് അപ്സൈഡിലുള്ള ടാർഗറ്റുകളാണ് ടാറ്റ പവറിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്. ടാറ്റ ഗ്രൂപ്പിലെ രണ്ടാമത്തെ സ്റ്റോക്ക് ടാറ്റ മോട്ടോഴ്സ് ആണ്. ഫെബ്രുവരി മാസത്തെ ഓട്ടോമൊബൈൽ സെയിൽസ് ഡേറ്റയുടെ പിൻബലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 4% ഉയർന്ന് 989 രൂപ വരെ എത്തി. 3.62 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 17.42, ഡിവിഡൻഡ് ഈൽഡ് 0.20%, 52 വീക്ക് ഹൈക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫെബ്രുവരി മാസത്തെ സെയിൽസ് റിപ്പോർട്ടിൽ ഡൊമസ്റ്റിക് സെയിൽസിൽ 8.4% വർധനവാണ് കമ്പനി കൈവരിച്ചത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിൽ 79,705 യൂണിറ്റ് വെഹിക്കിളുകളായിരുന്നു കമ്പനി സെയിൽ ചെയ്തതെങ്കിൽ ഇപ്പോൾ 86,406 യൂണിറ്റ് വെഹിക്കിളുകൾ ടാറ്റ മോട്ടോഴ്സിന് സെൽ ചെയ്യാൻ സാധിച്ചു. ഇവിടെ ഏറ്റവും ഉയർന്ന കോൺട്രിബ്യൂഷൻ വന്നിരിക്കുന്നത് പാസഞ്ചർ വെഹിക്കിൾ സെയിൽസിലാണ്. പാസഞ്ചർ വെഹിക്കിൾ സെയിൽസ് 19% ഉയരുകയും ചെയ്തു. എന്നാൽ കൊമേഴ്സ്യൽ വെഹിക്കിൾ സെയിൽസിൽ 4% ഇടിവ് വന്നിട്ടുണ്ട്. വെഹിക്കിൾ കാർഗോ ആൻഡ് പിക്കപ്പ് കാറ്റഗറിയിലും 4% ഇടിവ് വന്നിട്ടുണ്ട്. കൊമേഴ്സ്യൽ വെഹിക്കിൾ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ 17,282 യൂണിറ്റുകളായിരുന്നു സെൽ ചെയ്തത്. അതിപ്പോൾ 16,227 യൂണിറ്റായി കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇലക്ട്രിക് വെഹിക്കിൾ സെയിൽസിൽ 30% വർധനവുണ്ടായി. 5,318 യൂണിറ്റിൽ നിന്നും 6,923 യൂണിറ്റിലേക്ക് സെയിൽസ് ഉയർത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. കൺവെൻഷണൽ എഞ്ചിൻ ടൈപ്പ്, CNG, ഇലക്ട്രിക് വെഹിക്കിൾ തുടങ്ങിയ എല്ലാ സെഗ്മെൻറ്റിലും കമ്പനിക്കുള്ള പ്രസൻസിൻ്റെ പശ്ചാത്തലത്തിലാണ് ഓരോ മാസം കഴിയും തോറും ടാറ്റ മോട്ടോഴ്സിൻ്റെ സെയിൽസ് വർദ്ധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന സെയിൽസ് ഡേറ്റയുടെ പിൻബലത്തിൽ ചില ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും ഹയർ സൈഡിലുള്ള ടാർഗറ്റും നൽകി.
ടാർഗറ്റ് വളരെ ലിമിറ്റഡ് അപ്സൈഡിലുള്ള ടാർഗറ്റാണ് നൽകിയിരിക്കുന്നത്. ICICI ഡയറക്റ്റ് സ്റ്റോക്കിന് ഹോൾഡ് എന്ന റേറ്റിംഗും 1000 രൂപയുടെ ടാർഗറ്റ് നൽകി. ഗോൾഡ്മാൻ സാൻസ് ബൈ എന്ന റേറ്റിംഗും 1020 രൂപയുടെ ടാർഗറ്റും, മോത്തിലാൽ ഒസ്വാൾ ബൈ എന്ന റേറ്റിംഗും 1000 രൂപയുടെ ടാർഗറ്റ് നൽകി. ടാറ്റ മോട്ടോർ എന്ന സ്റ്റോക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മികച്ച റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. ഈ വർഷം മാത്രം, അതായത് 2024 മാത്രം 23% റിട്ടേൺ നൽകി. കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കിയാൽ 130% റിട്ടേണാണ് കമ്പനി നൽകിയത്. ഇവിടെ കമ്പനിയുടെ സെയിൽസ് വർദ്ധിക്കുന്നതും കമ്പനിയുടെ എബിറ്റയിൽ ഉണ്ടായിരിക്കുന്ന വർധനവും അതോടൊപ്പം തന്നെ JLR മികച്ച പെർഫോമൻസ് നടത്താൻ സാധ്യതയുള്ളതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ICICI ഡയറക്റ്റ് ഹോൾഡ് എന്ന റേറ്റിംഗും 1000 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. ഗോൾഡ്മാൻ സാൻസിൻ്റെ റിപ്പോർട്ടിൽ ബൈ എന്ന റേറ്റിംഗും 1020 രൂപയുടെ ടാർഗറ്റും ഉണ്ട്. മോത്തിലാൽ ഒസ്വാളിൻ്റെ റിപ്പോർട്ടിൽ 1000 രൂപയുടെ ടാർഗറ്റുമുണ്ട്. ഈ രണ്ട് ബ്രോക്കേജ് ഏജൻസികളുടെയും റിപ്പോർട്ടിൽ പറയുന്നത് കമ്പനിയുടെ ജഗ്വാർ ലാൻഡ് റോവർ അടുത്ത ഗ്രോത്ത് ഫാക്ടറായി പ്രവർത്തിക്കും. ഇതോടൊപ്പം തന്നെ ജഗ്വാർ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിലും അതുപോലെ തന്നെ പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിലും ഒരു ഷാർപ്പ് റിക്കവറിയും വരുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കൊമേഴ്സ്യൽ വെഹിക്കിൾ, പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ കമ്പനി മികച്ച നേട്ടം നേടുകയും ഏണിംഗ് പെർ ഷെയർ ഉയരാനുള്ള സാധ്യതയുമുണ്ട്. പ്രഭുദാസ് ലീലാദർ എന്ന ബ്രോക്കേജ് ഏജൻസിയും 1010 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ഇതിന് പിന്നിലെ പ്രധാന കാരണം ജഗ്വാർ ലാൻഡ് റോവറിന് ലഭിക്കുന്ന മികച്ച ഓർഡറുകൾ തന്നെയാണ്. ടാറ്റ മോട്ടോർ എന്ന സ്റ്റോക്ക് 988 അതായത് 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 950 ഇമ്മീഡിയറ്റ് സപ്പോർട്ടാണ്. 950 എന്ന ലെവലിൽ സ്റ്റോക്കിൽ ഒരു ബ്രേക്കൗട്ട് വന്നു. ഇവിടെ നിന്നും 1000, 1020 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം സ്റ്റോക്കിൽ ലിമിറ്റഡ് അപ്സൈഡാണ് പല ബ്രോക്കേജ് ഏജൻസികളും നൽകിയിരിക്കുന്നത് എന്ന കാര്യവും ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്